നിയോജകമണ്ഡലങ്ങളടക്കം ജില്ലയിലെ ആധിപത്യം സ്വാധീനം ഏറ്റവും അധികം സീറ്റുകൾ ജയിച്ചു വരുന്ന മുന്നണി എന്ന നിലയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ യുഡിഎഫിന് നിലനിൽക്കാനാകും എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും കേവലം ഓണം മാത്രമാണ് കഴിഞ്ഞ തവണ ആന്ധ്രയിൽ യുഡിഎഫിന് ഉണ്ടായിരുന്ന ഒരു മണ്ഡലം. ഇപ്പോഴും വലിയ മാറ്റങ്ങൾ ഇല്ലാതെ തന്നെ യുഡിഎഫിന് ജില്ലയിലെ സ്വാധീനം മുൻതൂക്കം നിലനിർത്താൻ കഴിയും എന്നുള്ള അവസ്ഥയുടെ പാലക്കാട് ഏറ്റവും അധികം നിർണായകമായി മാറിയ നിയോജകമണ്ഡലമാണ്. ഇത് നമുക്കറിയാം. ഇന്നലെ വോട്ടിനെ നോട്ട് എന്ന് പറയുന്നത് വെടികൂടെ പിടികൂടുന്ന ബിജെപിയുടെ എൻഡിഎയുടെ ഈ ഏറ്റവും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് രീതി അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകളും സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ഏറ്റവും ശ്രദ്ധേയമായി വന്നത് ഇതിനെ ചെറുത്ത് പ്രതിരോധിച്ച് എതിർ സ്ഥാനാർത്ഥികളെ വളരെയധികം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പെരുമാറ്റം കണ്ടുകൊണ്ടുള്ളത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുക മാത്രമാണ്. അതേസമയം യുഡിഎഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കാലത്തെ വളരെ ശക്തമായി തന്നെ യോജിച്ചും വിമർശിച്ചും ഇതിനെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കാലഘട്ടം സ്ഥാനാർത്ഥികളുടെ അവരുടെ കാഴ്ചപ്പാടുകൾ ഇടപെടാനുള്ള താല്പര്യം ബിജെപിക്കെതിരായ പ്രതിരോധത്തെ പോരാട്ടത്തിന്റെ സ്ഥലവും തോതും എത്രമാത്രം ഇതൊക്കെ നമ്മൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു അനുഭവമായിരുന്നു ഇത്തരം നമ്മൾ കണ്ടത്. ഇത് രാവിലെ വോട്ടിലേക്ക് പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയിലേക്ക് സ്ഥാനാർത്ഥി പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ മനസ്സിലാക്കില്ല എന്നാണ് സ്ഥാനാർത്ഥികൾ. അതായത് ബിജെപിയുടെ വോട്ടിന് നോട്ട് കാണിക്കുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയാതെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ മൗനം മനസ്സിലാക്കില്ല. വ്യക്തിശക്തമായ ഒരു പെരുമാറ്റങ്ങളും തടസ്സമല്ല വോട്ടുകൾ അംഗീകരിച്ചില്ല. ജനാധിപത്യ ബോധമുള്ള ആരും അംഗീകരിച്ചത് അതിനുള്ള പ്രതികരണം തെറ്റിലെ തെറ്റാണെന്ന് പറയാത്തവർക്ക് എങ്ങനെയാണ് തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയാത്തവർക്ക് അനുകൂലമായി മാറുക. തെറ്റാണെന്ന് പറയുന്നതിന് ഏത് പെരുമാറ്റം തെറ്റിലെ തെറ്റാണെന്ന് പറയുന്നതിന് പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് കേട്ടത്. രമേശ് പിഷാരടി എന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി ബിജെപിക്കെതിരെ എന്തുകൊണ്ട് അതൊരു തെറ്റാണ് ജനാധിപത്യത്തിലേക്കുള്ളതല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് താല്പര്യം കാണിച്ചില്ല, പണി കാണിച്ചിട്ടുള്ള വലിയ അത്ഭുതമാണ് ഇത് കേരളത്തിലെ വലിയ സംശയമായിരുന്നു, വലിയ അത്ഭുതമായിരുന്നു. കോൺഗ്രസ് പൊതുവെപ്പോ അറിയാത്തവർക്കോ ഒന്നും ഇതിനെക്കുറിച്ച് തൃപ്തികരമായി സ്വീകരിക്കാൻ കഴിയാതെ അവര് പോലും പ്രതിരോധത്തിലായി പോകുന്ന ഒരു വില കണ്ടതാണ്. അത്രമേൽ വിചിത്രമായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. അതാണ് ആ ഓണമത്സരത്തിന്റെ രാഷ്ട്രീയം പ്രകടമായി ഏറ്റെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ കണ്ടത് നേരത്തെ വോട്ടിലേക്ക് ഒന്ന് കണ്ടത് രാവിലെ വോട്ടിലേക്ക് പെടുത്തുന്നു, സ്ഥാനാർത്ഥികൾ വോട്ടിലേക്ക് പെടുത്തുന്നു, അവരുടെ രാഷ്ട്രീയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. കേട്ടില്ലേ?